العالمين والصلاة والسلام على أشرف المخلوقين ورسول رب العالمين وعلى آله وأصحابه الفائزين أما بعد. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ മണ്ടോട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ തന്നെ വീട്ടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ബഹുമാന്യരായ ഇബ്രാഹിം മാസ്റ്റർ, സദസ്സിലും പുറത്തൊക്കെയുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും സംസ്ഥയുടെയുമൊക്കെ കരുത്തുറ്റരും ധീരരുമായ പ്രവർത്തകരെ, ആദ്യമായിട്ട് നമ്മുടെ ഈ വേദിയിലേക്ക് പുറത്തുനിന്ന് കേൾക്കുന്ന സഹോദരങ്ങളെല്ലാം ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഈ വേദിയിലേക്കൊന്ന് കയറിയിരുന്ന് സദസ്സ് ഭംഗിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുറ്റൂർ ക്ലസ്റ്റർ SKSSF സംഘടിപ്പിച്ച ആദർശ സംഗമത്തിന്റെ ഉദ്ഘാടന സെഷനിന് സ്വാഗതം അരുളുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. കർത്തവ്യ നിർവഹണത്തിന് മുമ്പ് ഈ ഒരു സംഗമത്തിന് അനുഗ്രഹിച്ച സർവശക്തനായ തമ്പുരാനെ ആദ്യം സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കുറ്റൂർ കുഴിച്ചനയുടെ ചരിത്രത്തിൽ വളരെ വിരളമായ ആദർശ സംഗമങ്ങൾ മാത്രമാണ് നമ്മൾ പങ്കെടുത്തിട്ടുള്ളത്. ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് തുന്നിച്ചേർക്കപ്പെടാൻ മറ്റൊരു സമ്മേളനത്തിന് നമ്മളെല്ലാം സാക്ഷിയായിരിക്കുകയാണ്. ഈ ഒരു സംഗമത്തെ സർവശക്തൻ കബൂൽ ചെയ്യുകയും ഇതുപോലെ നാളെ അവന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും സർവശക്തൻ തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ ഒരു സംഗമത്തിന്റെ ആവശ്യകത എന്ത്? കുറ്റൂർ ക്ലസ്റ്ററിന് കീഴിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ പ്രവർത്തകർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യമായി ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ മുസ്ലിം കേരളത്തിന്റെ ആധികാരിക പരമാധികാരിക പരമോന്നത മത പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 85 വാർഷികം പിന്നിട്ട് കഴിഞ്ഞ് 90ാമത്തെ വാർഷികത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന പോഷക സംഘടനകളായ SYS-ഉം SKSSF-ഉം SMF-ഉം സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീനുമെല്ലാം പ്രവർത്തന ഗോതയിൽ വീറുറ്റതും ശക്തവുമായ പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ നാട്ടിൻ പ്രദേശത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങൾ ശക്തിയുക്തമായി മുന്നോട്ട് പോകണം. അതിന് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഉറങ്ങിക്കിടക്കുന്ന മനസ്സുകളെ ഒന്ന് തട്ടിയുണർത്തണം. ഈ ഒരു ആവശ്യത്തോടു കൂടിയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഇങ്ങനൊരു സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ ഗൗരവമായി ഈ സദസ്സിനോട് എനിക്ക് ബോധ്യപ്പെടുത്താനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന സലഫ് സ്വാലിഹീങ്ങളുടെ പാതയെ പിന്തുടർന്നുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ തമ്പുരാനോട് നാം എന്തുകൊണ്ടും കടപ്പെട്ടിരിക്കുകയാണ്. മറ്റു ബിദ്അ ആശയങ്ങളിലേക്കോ വഴിപിഴച്ചു പോയ മറ്റു പ്രസ്ഥാനങ്ങളിലേക്കോ ഒന്നും തന്നെ അകപ്പെട്ടു പോകാതെ ഈ സത്യദീനിന് അതിന്റെ തനിമയോടുകൂടെ കൊണ്ടു നടക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ അടിയുറച്ച ഒരു പ്രവർത്തകനായിക്കൊണ്ട് മുന്നേറാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നതിന് സദാസമയം റബ്ബിനെ സ്തുതിക്കണമെന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കുറ്റൂർ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഈ നാട്ടുകാർക്കൊക്കെ ബോധ്യമുണ്ടായിരിക്കും. 7 യൂണിറ്റുകൾ മുട്ടുംപുറം, ഗാന്ധിക്കുന്ന്, കണ്ണാട്ടിപ്പടി, കുഴിച്ചന, പാക്കടപ്പുറായ, ഇരര, മാടഞ്ചിന ഇങ്ങനെ അടങ്ങുന്ന 7 യൂണിറ്റുകൾ അടങ്ങിയതാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ആ ഒരു ക്ലസ്റ്ററിന്റെ പരിപാടി കുറ്റൂർ കുഴിച്ചനയിൽ തന്നെ സംഘടിപ്പിക്കണം.
എന്ന് വെച്ചതിന്റെ ഉദ്ദേശ്യവും ഉറങ്ങിക്കിടക്കുന്ന ഇവിടെയുള്ള സമസ്തയുടെ അജയ്യരായ പ്രവർത്തകരെ ഒന്ന് തട്ടിയുണർത്താൻ വേണ്ടിയിട്ടാണ്. പേച്ചുപോയ ആശയങ്ങളും വാദഗതികളുമൊക്കെ നമ്മുടെ വീടിന്റെയും പ്രസ്ഥാനം, നമ്മുടെ ആശയങ്ങളുടെയും പടിക്ക് പുറത്തു നിർത്തിയിട്ട് ഇതൊന്നുമല്ല സത്യസമസ്ത എന്ന് പറയുന്നത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട സി ആനക്കര കോയക്കുട്ടി മുസ്ലിയാരും ബഹുമാന്യരായ റഈസുൽ മുഹദ്ദിഖ് ബഹുമാനപ്പെട്ട ഷംസുൽ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് വിഭാവനം ചെയ്യുന്ന ശക്തനായ നേതൃത്വത്തിന് ഏറ്റവും പകരുകയും അവരുടെ കൂടെ അടിയുറച്ച് നിൽക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രവർത്തകർ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമസ്തയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുകയില്ല. എന്നിരുന്നാലും നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട വളരെ കുറഞ്ഞ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ 40ാമത്തെ വയസ്സിൽ നബുവത്തുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച സമയം, ജനങ്ങളിലേക്ക് 40ാമത്തെ വയസ്സിൽ ഇറങ്ങിത്തിരിച്ച സമയത്ത് നാനാഭാഗത്തു നിന്നും വിമർശനങ്ങളും അക്രമങ്ങളും അസഹ്യമായ പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നപ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സത്യദീനിന്റെ സന്ദേശത്തെ ലോകത്തിന് പ്രചരിപ്പിച്ചു കൊടുത്തപ്പോ ആദ്യമായി ആ സന്ദേശത്തെ പുൽകാൻ തയ്യാറായത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെയാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന സത്യസന്ദേശം മൊറോക്കോ മുതൽ ഇന്തോനേഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന മഹത്തായ ഭൂപ്രദേശത്തിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതും. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിക്കുകയും വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് പറയുമ്പോൾ സത്യദീനിന്റെ വ്യാപനത്തെക്കുറിച്ച് നമ്മളൊക്കെ ബോധവാന്മാരായിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് സമസ്തയുടെ സ്ഥാപിത കാലഘട്ടത്തിലേക്കാണ്. ബഹുമാനപ്പെട്ട ബരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ബാലവി മുല്ലക്കോയത്തങ്ങൾ, നമുക്കറിയാം ബഹുമാനപ്പെട്ട പണ്ഡിതരെന്ന് പറയുന്നത് അക്കാലം കണ്ട ഏറ്റവും വലിയ സൂഫി പണ്ഡിതനും അള്ളാഹുവിന്റെ ആരിഫുമായിരുന്ന ബഹുമാനപ്പെട്ട ബരക്കൽ മുല്ലക്കോയത്തങ്ങൾ. പ്രക്ഷുബ്ധമായി കിടക്കുന്ന കടലിന്റെ കരക്കിലുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് തങ്ങളെ ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിച്ചു തരണമെന്ന് പറഞ്ഞു വരുമ്പോ കടലിന്റെ വക്കത്ത് പോയിട്ട് തങ്ങൾ ഒരു വിരലരച്ചിട്ട് പറയും, കടലെ ഇതിനപ്പുറത്തേക്ക് കടക്കരുത്. അങ്ങനെയാണ് തങ്ങൾക്ക് വരക്കൽ എന്ന പേര് കിട്ടിയത്. ആ ബഹുമാനപ്പെട്ട ബരക്കൽ മുല്ലക്കോയത്തങ്ങൾ 1926 കാലങ്ങളിൽ നമുക്കറിയാം ഈ കേരള മണ്ണിൽ സമസ്തയുടെ ഈ കേരള മണ്ണിൽ സത്യദീനിന്റെ സന്ദേശങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, പള്ളിക്കൂടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സത്യസന്ദേശങ്ങൾ ഇങ്ങനെ പ്രചരിക്കുകയും അവിടെയുള്ള പണ്ഡിതന്മാർ അതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോ 1921 കാലങ്ങളിലുണ്ടായ മലബാർ കലാപത്തിൽ നിന്നും ഒടിച്ചു പോടിയ ചില വ്യക്തികൾ, ആ വ്യക്തികൾ പിന്നീട് മൗദൂദിയൻ ആശയങ്ങളുമായി കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കെട്ടിവിട്ട ഹംഫർ എന്ന് പറയുന്ന ഒരു ചാരൻ, ആ ചാരൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം നമുക്കൊക്കെ വായിക്കാൻ കഴിയും, ദ കൺഫെഷൻ ഓഫ് ബ്രിട്ടീഷ് സ്പൈ, ഒരു ബ്രിട്ടീഷ് ചാരന്റെ കുറ്റസമ്മതം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ആ പുസ്തകം വായിച്ചാൽ നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകും. ഇസ്ലാമിന്റെ സത്യസന്ദേശത്തെ തകർക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരായ ആളുകൾ പടച്ചുവിട്ട ഒരു ചാരൻ ഇസ്ലാമിക രാജ്യങ്ങളിൽ വന്നുകൊണ്ട് അവിടെയുള്ള പള്ളിക്കൂടങ്ങളിലും അവിടെയുള്ള സ്ഥാപനങ്ങളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ വന്നുകൊണ്ട് അറബി പഠിച്ചിട്ട് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് അതിനെ തകർക്കുന്നതിന് വേണ്ടി പടച്ചുവിട്ട ഒരു ചാരൻ. ആ ചാരന്റെ ശിഷ്യന്മാരായി വളർന്നു വന്ന റഷീദ് റിളയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും ആശയങ്ങളും മനസ്സിൽ കൊണ്ടുകൊണ്ട് അവരുടെ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിലുള്ള തറപ്പറ്റിയ ആശയങ്ങളുമായി കൊണ്ട് കേരളത്തിലേക്ക് ഒരു വിഭാഗം ആളുകൾ കടന്നു വരികയാണ്. അവർ വന്നിട്ട് പറയുന്നത് ഇവിടെയുള്ള ദീന് ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ദീനിൽ നിന്ന് വീകരണം എന്ന് പറഞ്ഞ് വാദവുമായി കടന്നു വന്നപ്പോ അത് ദീനിന് പരിചയമുള്ള മുഖമല്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ബരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് തന്റെ ഉറക്കത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്ന നിദർശനവുമായി കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ബരക്കൽ മുല്ലക്കോയ തങ്ങളോട് പറയുന്നു, തങ്ങളെ ആപൽക്കരമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് കേരളത്തിൽ ലഭ്യമായ പണ്ഡിതന്മാരെല്ലാം ഒരുമിച്ച് കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾക്ക്
നമുക്ക് സ്വപ്നദർശനം കിട്ടിയപ്പോ, നാം നേരത്തെ പറഞ്ഞല്ലോ ഇസ്ലാമിന്റെ സന്ദേശം നബിയുടെ കയ്യിലെത്തിയപ്പോ അതുമായി ചെന്നത് സിദ്ദീഖിന്റെ അടുക്കലാണെങ്കിൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വപ്ന നിദർശനം കിട്ടിയതിന്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങൾ നേരെ ചെന്ന് വിവരം പറയുന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ടതാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ടതാണ്. ഈ രണ്ട് പരമ്പരയിൽപ്പെട്ട വ്യക്തികൾ പരിശുദ്ധ ദീനിനെ സ്ഥാപിച്ചപ്പോൾ ഈ കേരളക്കരയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു ആധികാരിക പണ്ഡിതർക്ക് അസ്ഥിവാരമിടുകയാണ്. അവിടെ നിന്നിങ്ങോട്ട് സലഫി ആശയങ്ങളെയും വൈദ്യച്ചു പോയ ആശയങ്ങളെയും എതിർത്തുകൊണ്ടും ജനങ്ങൾക്കതിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും സമസ്ത വളർന്നു വരികയാണ്. അതിനിടയ്ക്ക് ഒരുപാട് പോഷക സംഘടനകൾ SYS ആയിട്ടും SMF ആയിട്ടും SKJM ആയിട്ടും സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ SKSSF ആയിട്ടും ഒടുവിൽ SKSBB ആയിട്ടും അതിന്റെ പ്രവർത്തന മണ്ഡലം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ജനതയ്ക്ക് സമസ്തയെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരള ജനതയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ലേബലിൽ നിന്നുകൊണ്ട് വിളിച്ചാൽ ആ പടയണിക്ക് കീഴിൽ, ആ കൊടിക്ക് കീഴിൽ ചെന്നെത്താൻ മാത്രം പ്രാപ്തരും സജ്ജരുമാണ് ഈ കേരളീയരായ മുസ്ലിം പ്രബുദ്ധ ജനത എന്ന് പറയുന്നത്. അതുകൊണ്ട് വൈപിയച്ച് പോയ മറ്റു പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. ആരെയും ആക്ഷേപിക്കുകയോ ആരെയും എടുത്ത് കുറ്റപ്പെടുത്തുകയോ മാത്രമല്ല ഈ സംഗമത്തിന്റെ ലക്ഷ്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ജീവിച്ചു പോകാനുള്ളൊരു മാർഗം മരിക്കുന്ന സമയത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുമ്പോ നമ്മൾ വിശ്വസിച്ചിരുന്ന വിശ്വാസ ആദർശങ്ങൾ ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു സത്യസമസ്തയുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതാവസാനം വരെ പ്രവർത്തിക്കാൻ നാം തയ്യാറാവണം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പോഷക സംഘടനയായ SKSSF കുറിച്ച് പറയുകയാണെങ്കിൽ 25 വർഷക്കാലം പിന്നിട്ട് കഴിഞ്ഞ സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ സമർക്കന്തിന്റെ പേരിൽ ജനങ്ങളെ തൃശൂരിലേക്ക് വിളിച്ചപ്പോ ലക്ഷക്കണക്കിന് പേർ ഒഴുകിയെത്തിയ സമ്മേളനത്തെക്കുറിച്ച് നാം ബോധവാന്മാരായതാണ്. പ്രവർത്തന രീതിയിൽ സഹചാരിയായിട്ടും ഇബാദായിട്ടും അതുപോലെ തന്നെ ട്രെൻഡ് എന്ന പേരിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായിട്ടും ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സമൂഹത്തിന്റെ ഏതൊക്കെ മേഖലയിൽ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കണമോ ആ മേഖലകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഇവിടെ സ്ഥാപിതമായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തീവ്ര ചിന്താഗതികളുമായിട്ട് പലരും കടന്നു വന്നൊരു സമയമായിരുന്നു. നിർഭാഗ്യവശാൽ സംഭവിച്ചു പോയ ബാബറി ദംശനത്തിന്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട പല വിധ്വംസക സംഘടനകളും പല തീവ്രവാദ സംഘടനകളും ഇവിടെയുള്ള ജനങ്ങളെ തീവ്രവാദത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് അവരെ ആവേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിശുദ്ധ ദീനിന്റെ സത്യസന്ദേശങ്ങളെ ദീനിന്റെ ആയത്തുകൾ വക്രീകരിച്ചുകൊണ്ട് ജനങ്ങളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയപ്പോ അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ജനങ്ങളെ നിങ്ങൾ പോകുന്ന പാത തെറ്റാണ്, തീവ്രവാദത്തിന്റെ പാത ഒരിക്കലും ഇസ്ലാമിൽ പറഞ്ഞതല്ല, അത് ഇസ്ലാമിന് അന്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ തന്റെ സഹോദരന് നേരെ ഒരു ഇരുമ്പിന്റെ ദണ്ഡ് കൊണ്ട് ഉയർത്തിക്കഴിഞ്ഞാൽ അത് താഴെക്കുന്നത് വരെ പരിശുദ്ധ റബ്ബിന്റെ മാലാഖമാർ അവനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ പരിശുദ്ധ ദീനിന് തീവ്ര ചിന്താഗതികൾ ഒരിക്കലും പരിചയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സത്യദീനിന്റെ പാതയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ അഹോരാത്രം പണിയെടുത്ത സംഘടനയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ. വിദ്യാഭ്യാസ മേഖലയിൽ IAS അടക്കമുള്ള രാജ്യത്തിന്റെ ഉന്നത പോസ്റ്റുകളിൽ വിരാജിക്കുന്ന പബ്ലിക് റിലേഷൻ വകുപ്പുകളിൽ വരെ ഇതേ രീതിയിലുള്ള ഉന്നത വകുപ്പുകളിലേക്ക് വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിങ്ങായിട്ട് ട്രെൻഡ്, അതുപോലെ തന്നെ കണ്ണീരൊപ്പാൻ വേണ്ടി നിരാലംബരായ ആളുകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി സഹചാരിയായിട്ട് കടന്നു ചെല്ലുന്ന SKSSF ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിന്റെ ഒന്ന് സ്നേഹ സന്ദേശത്തിന്റെ മനുഷ്യജാലിക തീർത്ത് ലോകത്തുള്ള ഈ കേരളക്കരയിലുള്ള പ്രബുദ്ധ ജനതയ്ക്ക് മുഴുവൻ മാതൃകയായ സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് പറഞ്ഞാൽ തീരാനാവാത്ത വിധം സമസ്തയുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് അതൊക്കെ നാം കൃത്യമായി മനസ്സിലാക്കിയിക്കൊണ്ട് സത്യസമസ്ത എന്ന് പറയുന്നത് വളരെ വളരെ ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഒരു നിഷ്കാമ കർമ്മികളായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ബഹുവന്നരായ നേതാക്കന്മാർ നയിക്കുന്ന സംഘടനയാണ് സത്യസമസ്ത. ഒരു സാമ്പത്തിക ലക്ഷ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പേരിന് വേണ്ടിയോ എവിടെയെങ്കിലും പത്രങ്ങളിലും മറ്റും പേര് വരുന്നതിന് വേണ്ടിയോ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ട
അറിയപ്പെടുന്നതിന് വേണ്ടിയോ ഒന്നും ഈ സമസ്തയുടെ നേതാക്കന്മാർക്ക് താല്പര്യമില്ല. അവരൊക്കെ വളരെ നിസ്വാർത്ഥരായ, മുന്നിലേക്ക് ചെന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ പോലും മടി കാണിക്കുന്ന രീതിയിൽ വളരെ നിസ്വാർത്ഥരായ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരെ കുറിച്ച് നാം കേട്ടതും വായിച്ചറിഞ്ഞതുമാണ്. മരിച്ചുപോയ കാളമ്പാടി ഉസ്താദിനെ കുറിച്ച്, അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന പ്രസിഡന്റ് ആനക്കര സി കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച് ഒക്കെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയതാണ്. നിഷ്കാമ കർമ്മികളായ, ഇഖ്ലാസിന്റെ നിറകുടങ്ങളായ ആ പണ്ഡിതന്മാർ നയിക്കുന്ന ആ സംഘടനയാണ് സത്യസമസ്ത. എന്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ, എന്താണ് അതിന്റെ പ്രവർത്തന രീതികൾ എന്നൊക്കെ സവിസ്തരം വിശദീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദ് അവர்கள் ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ബഹുമാനപ്പെട്ട ഈ സദസ്സിലേക്ക് കടന്നു വന്ന എല്ലാ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെയും രക്ഷിതാക്കളെയും ആദ്യമായിട്ട് ഞാൻ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് നമ്മോട് ഏറ്റിട്ടുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ്. ബഹുവന്നർ ഒരു പരിപാടി കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ പാണക്കാട് തിരിച്ചെത്തണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇൻഷാ അല്ലാഹ് സമയത്തിന്റെ ലഭ്യത പോലെ ഇവിടെ വരാം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങളവറുകൾ എത്തും തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. തങ്ങളുടെ അഭാവത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളെ ഈ സംഗമത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സംഗമത്തിന്റെ കടിഞ്ഞാൺ പിടിക്കുന്നത്, ഈ സംഗമം നിയന്ത്രിക്കുന്നത് കുറ്റൂർ ക്ലസ്റ്ററിന്റെ കരുത്തനായ വൈസ് പ്രസിഡന്റ്, നമ്മുടെയൊക്കെ വളർന്നു വരുന്ന യുവ പണ്ഡിതനും പ്രഭാഷണ വേദിയിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യവുമായ CK ബഷീർ നിസാമി അവറുകളാണ്. ബഹുവന്യരെ ഈ സംഗമത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വിഷയങ്ങൾക്ക് അവതരിപ്പിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുവന്യരായ മുസ്തഫ അഷ്റഫി കക്കുപ്പടി ബഹുവന്യരായ ഉസ്താദിനും വളരെ ആദരപൂർവ്വം ഞാൻ SKSS കുറ്റൂർ ക്ലസ്റ്ററിന് വേണ്ടി സ്വാഗതം മുതുകയാണ്. അതുപോലെ തന്നെ വേദിയിൽ സന്നിധരായിട്ടുള്ള നമ്മുടെ ബഹുവന്യരായ ഈ മഹലിന്റെയും അതുപോലെ തന്നെ ഈ നാട്ടിലെയും അതുപോലെ തന്നെ മറ്റു യൂണിറ്റുകളിലെയും കരുത്തരും അതുപോലെ തന്നെ കാര്യദർശികളുമായിട്ടുള്ള ഒരുപാട് കാരണവന്മാരൊക്കെയുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ 2 അവാർഡ് വിതരണം ചെയ്യാനുണ്ട്. ഒന്ന് പിന്നെ നമ്മുടെ കുച്ചന പള്ളിയിലെ ഉസ്താദ് അബ്ദുൽ ലത്തീഫ് ബാക്കവി അവറുകൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 2014-15 വർഷത്തെ നല്ല മികച്ച ഖത്തീബുമാരിൽ ഒരു ഖത്തീബായി ബഹുമാനപ്പെട്ടവർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു മൊമെന്റ് ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ വെച്ച് കൈമാറണം. അതുപോലെ തന്നെ നമ്മുടെ ക്ലസ്റ്ററിന്റെ സജീവ പ്രവർത്തകനായ യൂനുസ് എറിയാടൻ എന്ന് പറയുന്ന നമ്മുടെ സജീവ പ്രവർത്തകനും SKSS കുറ്റൂർ ക്ലസ്റ്റർ ഭാരവാഹികൾ ഒരു മൊമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് രണ്ടും ഈ വേദിയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് വിതരണം ചെയ്യും. അതുപോലെ തന്നെ ഇവിടേക്ക് എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് സമസ്തയുടെ വിളയാളം കേട്ട് വന്നിട്ടുള്ള എന്റെ എല്ലാ പ്രിയപ്പെട്ട ഉപ്പമാരെയും സഹോദരന്മാരെയും ഒക്കെ കുട്ടികളെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. പ്രധാനമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ മാസം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളാണ്. ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് എല്ലാ വെക്കേഷനൊക്കെ തുടങ്ങി കുട്ടികളൊക്കെ ഇനിയൊരു വർഷം തുടങ്ങുമ്പോൾ ജൂണിൽ പുതിയൊരു അധ്യയന വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ പുതിയ മേഖലകൾ തേടിപ്പോകുന്ന ഒരു സമയമായിരിക്കും. ഏതായിരുന്നാലും നമ്മുടെയൊക്കെ മക്കളെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ ചെന്ന് കൊണ്ടാക്കുകയും നല്ല വിദ്യാഭ്യാസം നേടാനുള്ള ശ്രമം നമ്മളൊക്കെ നടത്തണം. ഈ ഒരു സമൂഹത്തിന്റെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് ഇനി വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. പ്രധാനമായിട്ടും മക്കളെയൊക്കെ 2 വിദ്യാഭ്യാസവും പഠിക്കുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം കുട്ടികളും രക്ഷിതാക്കളും എടുക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ കീഴിലുള്ള ജൂനിയർ ശരിയത്ത് കോളേജുകൾ, അതുപോലെ തന്നെ ദാറുൽ ഹുദ പോലെയുള്ള സ്ഥാപനങ്ങൾ, വാഫി കോളേജുകൾ, ഈ സ്ഥാപനങ്ങളിലേക്കൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളെ ചേർക്കണമെന്നും അതിന് രക്ഷിതാക്കളും കുട്ടികളും താല്പര്യമെടുക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നഷ്ടപ്പെടാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം നേടാൻ മാത്രമാണുള്ളത് അവിടങ്ങളിലൊക്കെ. അതൊക്കെ തന്നെയാണ് നമ്മുടെ പരിചയങ്ങൾ തെളിയിക്കുന്നതും. അതുകൊണ്ട് വളരെ ആദരവോടുകൂടെ ഒരു എളിയ അപേക്ഷ എന്ന നിലയ്ക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇതൊക്കെ അഡ്മിഷന്റെ സമയമാണ്. വേണ്ടപ്പെട്ടവർക്ക് വന്ന് അന്വേഷിച്ചുകൊണ്ട് അതിന്റെ ഫോമുകളും മറ്റുമൊക്കെ കരസ്ഥമാക്കാനും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് സജ്ജരാവണം. നമ്മുടെ കുടുംബത്തിലും വീട്ടിലുമുള്ള ഒരു ദീനി അന്തരീക്ഷം തിരിച്ചുകൊണ്ടുവന്നിട്ട് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അതിന് ശ്രമിക്കണം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അധ്യക്ഷനെ സാദരം അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് കമാ സ്വല്ലൈത വസല്ലംത വബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. വേദിയിൽ സന്നിഹിതരായ ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉലമാക്കളെ, ഉമറാക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമയെ സ്നേഹിക്കുന്ന അതിൻ്റെ പ്രവർത്തകരും പ്രചാരകരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, വളരെ പ്രാധാന്യമർഹിക്കപ്പെടുന്ന ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ കുറ്റൂർ ക്ലസ്റ്റർ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സമസ്തയുടെ ആദർശ വിശദീകരണ സംഗമത്തിൽ ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി സമസ്തയുടെ ആശയങ്ങളും ആദർശങ്ങളും ഈ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി കക്കുപ്പടി ഏതാനും നിമിഷങ്ങൾക്കകം നാമുമായി സംവദിക്കും. നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ പണ്ഡിത പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ആദർശബോധം സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത്. നേരത്തെ സ്വാഗത ഭാഷകൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇഖ്ബാൽ വാഫി അവറുകൾ വളരെ ഹ്രസ്വമായ ഭാഷയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി തരുകയും ചെയ്തു. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കടന്നുവന്ന പഴയകാല നാൾവഴികളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രചാരകരും പ്രവർത്തകരുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ശത്രുപക്ഷങ്ങളിൽ നിന്ന്, അതിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നവരുടെ പല ആളുകളും പല രൂപത്തിൽ നമ്മളെ ആക്ഷേപിക്കും, തെറിയഭിഷേകം നടത്തും. ഇത് സാധാരണയിൽ ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അയാൾ ഒരുപാട് പ്രാവശ്യം ആക്ഷേപിക്കപ്പെട്ടു എന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ട് നിന്ന് പ്രവർത്തിക്കാൻ നമ്മൾ ആ രൂപത്തിലേക്കാണ് കടന്നു പോയാൽ പലപ്പോഴും നമ്മുടെ പ്രവർത്തനത്തിൽ പരാജയം സംഭവിച്ചേക്കാം. പഴയകാല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർ മുഴുവനും ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഈ സംഘശക്തിയെ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന 2015 എത്തി നിൽക്കുമ്പോൾ ഒരു വലിയ വടവൃക്ഷം പോലെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വലിയ മഹത്തായ പ്രസ്ഥാനമായി നമ്മുടെ കയ്യിൽ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾക്കും പ്രചാരങ്ങൾക്കും കോപ്പുകൂട്ടുകയും ഇതിനുവേണ്ടി ആഹോരാത്രം പരിശ്രമിക്കുകയും രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ ഓടി നടന്ന പാവപ്പെട്ട ഉലമാക്കളെ വിസ്മരിച്ചു കളയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മഹത്തുക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ഈ കുടിച്ചനയുടെ മുറ്റത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഗമിക്കുമ്പോഴേക്ക് ഈ പരിപാടി തുടങ്ങിയിട്ടില്ല. ഇതിന്റെ വൈകുന്നേര സമയം പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകൾ ഇവിടെ കടന്നു വന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്താ പരിപാടി നടക്കുന്നത്? ഞങ്ങൾ പറഞ്ഞു, ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശം പറയുന്നൊരു സദസ്സാണ്. അവർ ചോദിച്ചു, ഇവിടെ ക്ലിപ്പിംഗ് കിട്ടുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, സാറേ, ഞങ്ങളിത് നിങ്ങളുടെ മുമ്പിൽ പെർമിഷന് കടന്നു വരുന്ന സമയത്ത് ഇത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞതാണല്ലോ, നിങ്ങളത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണെന്നറിയില്ല, അപ്പോൾ നമ്മളോട് അവർ പറഞ്ഞത്, ഞങ്ങൾ വിളിച്ചിട്ട് വന്നതല്ല, നിങ്ങൾ വിളിക്കണമെന്നുമില്ല, നിങ്ങളുടെ ചുറ്റുഭാഗത്തു നിന്നും പല ഫോൺ കോളുകൾ ഞങ്ങളുടെ സെൽഫോണുകളിലേക്ക് കടന്നു വരുന്നുണ്ട്, അതുകൊണ്ട് വന്നതാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും ഈ സംഗമം വളരെയധികം ഭീഷണിയായ രൂപത്തിലേക്ക് കടന്നുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും
ചിതറിക്കിടക്കുന്ന മുഖങ്ങളെ അല്ലെങ്കിൽ അവരുടെ മുഖംമുടി അണിഞ്ഞ കാപ്പറ്റ്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു മജ്‌ലിസാണ് ഇതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകണം ഞാൻ ഓർത്തുപോകുന്നു. നേരത്തെ ഇവിടെ ഇഖ്ബാൽ വാഫി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ കുത്തൂർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് 6-7 ശാഖകൾ അടങ്ങുന്നതാണ്. ഈ ശാഖയിൽ തന്നെ ഏറ്റവും വളരെ തുച്ഛമായ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കൊട്ടൂർ മാടഞ്ചിന എന്ന് പറയുന്ന പ്രദേശം. അധികം മറ്റു വിഘടിത വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഇജാസിയത്ത് പ്രകാരം കേരളീയ മുസ്ലിമുകൾക്ക് ആത്മീയ ബോധം നൽകിക്കൊണ്ടിരിക്കുന്ന മജ്‌ലിസുന്നൂർ എന്ന് പറയുന്ന ഒരു ആത്മീയ മജ്‌ലിസിന്റെ ഒരു കറാമത്ത് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഒരു ആത്മീയ സദസ്സ് കേരളത്തിന്റെ മണ്ണിൽ എന്ന് നടന്നു വരുന്നുവോ അതിന്റെ ആ പ്രവർത്തനമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ മുന്നോട്ട് പോകുന്നുവോ, ഇന്ന് ആ പ്രദേശം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ അണിനിരക്കുന്ന ഒരു വേദിയിലേക്ക് അത് കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഇനി അധ്യക്ഷ ഭാഷണം നീട്ടിക്കൊണ്ട് പോവുകയില്ല. ഉസ്താദ് വരുന്നത് വരെ എന്തെങ്കിലും 1-2 വാക്ക് പറയുക എന്നുള്ളത് മാത്രമായിരുന്നു എന്നിൽ ഉണ്ടായിരുന്ന ഒരു കർത്തവ്യം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യം ആർക്കെങ്കിലും അത് മനസ്സിലാക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഇവിടേക്ക് സ്വാഗതമാണ്. ചില ആളുകളൊക്കെ ഈ വേദിയിലേക്ക് കടന്നു വരുന്ന ആളുകളോട് വഴിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പണ്ഡിതന്മാരുടെ മാംസം ഭക്ഷിക്കാനല്ലേ വേദിയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു രംഗം നമ്മുടെ ഈ പ്രദേശത്തെ ചില ആളുകളുടെ നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വരുന്ന ആളുകളോടൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബും പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രചരിപ്പിച്ച ആ പാരമ്പര്യത്തിന്റെ കഴിവഴികളിലൂടെ കടന്നുവന്ന ഒരു ചരിത്രബോധം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയുടെ ഉലമാക്കളിലൂടെ കടന്നുവന്ന് ഇന്ന് ശൈഖുന സൈനുൽ ഉലമയിലും അതുപോലെ തന്നെ ശൈഖുന ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാരിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ആദർശ പ്രസ്ഥാനം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊഴുകുകയല്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകിയ ഒരു ചരിത്രവും നമ്മൾ കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഇനി ഒട്ടു തന്നെ സമസ്തയുടെ കറാമത്ത് കൊണ്ട് അങ്ങനെയിട്ട് സംഭവിക്കുകയുമില്ല എന്ന് മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ. സത്യം മനസ്സിലാക്കിയവർ ഈ ശാദ്വലമായ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇന്ന് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്നാനാണ് നിങ്ങൾ നടന്നു പോകുന്നതെന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെ ഇൻഷാ അല്ലാഹ് അതിവിദൂരമല്ലാതെ ഭാവിയിൽ ഈ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിന്റെ മുന്നിലിരുന്നുകൊണ്ട് സമസ്ത എന്ന സംഘശക്തിയുടെ അർദ്ധചന്ദ്ര നക്ഷത്രാംഗീത ഹരിത ധവള കുങ്കുമ പതാക കയ്യിൽ പിടിച്ചുകൊണ്ട് സമസ്തക്ക് സിന്ദാബാദ് വിളിക്കുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ല എന്ന് കാലം ഞങ്ങൾക്ക് തെളിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾ ഈ സംഘശക്തിയിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പല ആളുകളും ഈ സത്യസംഘടനയിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാകണം ചില ആളുകൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചുകൊണ്ട് ഈ പരിപാടി എങ്ങനെയെങ്കിലും ഒന്ന് റദ്ദു ചെയ്യണമെന്ന് 24 മണിക്കൂറും ആഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് സമസ്ത എന്ന സംഘശക്തിയാണ്. ഈ സംഘശക്തിയെ തകർക്കാൻ വലിയ സാമ്പത്തിക സ്രോതസ്സിന്റെ ബിസിനസ് മേഖലകൾ കെട്ടിപ്പൊട്ടിയ ആളുകൾക്ക് പോലും ഈ മഹത്തായ സംഘടനയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ കേവലം വിരലിലെണ്ണാകുന്ന നിങ്ങളുടെ ഒരു ചെറിയ കുറഞ്ഞ ആളുകൾ നിങ്ങൾ മാത്രം ഇവിടെ കോപ്പുകൂട്ടി എന്നതുകൊണ്ട് ഈ സംഘശക്തിയെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. മക്കളെ, വേണമെങ്കിൽ ചിന്തിക്കുക, എന്നിട്ട് സമസ്ത എന്ന സംഘശക്തിയിലേക്ക് കടന്നു വരിക. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഈ വേദിയിൽ നടക്കാനിരിക്കുന്ന മറ്റൊരു
നേരത്തെ ഇവിടെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രദേശത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 2014-2015 നടത്തിയ സർവേയിൽ ഏറ്റവും നല്ല ഖത്തീബിനുള്ള ഒരു അവാർഡ് നമ്മുടെ കുഴിച്ചനയിൽ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ലത്തീഫ് ബാഖവി ഉസ്താദ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഉപഹാര സമർപ്പണം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വേദിയിൽ വെച്ചുകൊണ്ട് ഒരു 11 വർഷത്തോളമായി നമ്മുടെ ഈ കുഴിച്ചന മഹലിൽ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഒരു മികച്ച ഒരു ദഅവത്തിന്റെ മാർഗത്തിലൂടെ ഇസ്ലാമികപരമായ രൂപത്തിൽ ദഅവത്ത് നടത്തി ഈ കുഴിച്ചനയുടെ പ്രദേശത്തും അങ്ങനെയുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സോടുകൂടിയുള്ള ആഫിയത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാലം ദീനി ദഅവത്ത് നടത്താനും ഇതുപോലെയുള്ള നല്ല ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും അവരോടുകൂടെ അവരുടെ പിന്നണിയിലായിട്ട് നിലകൊള്ളാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന് നമ്മുടെ SKSSF-ന്റെ വക പിന്നെ ഒരു ഉപഹാര സമർപ്പണമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് SKSSF-ന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു നല്ല പ്രവർത്തകനുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് പിന്നെ നമ്മൾ ആരുമില്ലെങ്കിൽ പോലും ഒറ്റയാനായി നിന്നുകൊണ്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പരിപാടി ഉണ്ടാക്കുന്നതിൽ പോലും ഈ സംഗമം ഉണ്ടാക്കുന്നതിൽ പോലും ഒരു മുഖ്യമായ പങ്ക് വഹിച്ചു. മാത്രമല്ല നമ്മുടെ പ്രദേശത്ത് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ യുവാക്കളിലും അതുപോലെ തന്നെ പഴയകാല സമസ്തയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അടങ്ങിയൊതുങ്ങിയ ഒരു പ്രവർത്തനമാണ്. വളർന്നു വരുന്ന കുട്ടികളെ പലപ്പോഴും നമ്മൾ ഒരു വിസ്മരിച്ചു കളയുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനം. എന്നാൽ ഈ പ്രദേശത്ത് SBV എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യമായ ഒരു പങ്ക് വഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. SBV-യുമായി ബന്ധപ്പെട്ട് ഒരു നല്ല പ്രവർത്തനം നമ്മുടെ പ്രദേശത്തും ചുറ്റുമായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ ബഹുമാനപ്പെട്ട കുഴിച്ചന ശാഖയിലെ പ്രവർത്തകനായ യൂനുസിന് ഒരു ഉപഹാര സമർപ്പണവും കൂടെ ഇവിടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ അല്ലാഹു അതിന്റെ അർഹമായ പ്രതിഫലത്തോടു കൂടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ വൈകാതെ നമുക്ക് പരിപാടി സമാപിക്കേണ്ടതുകൊണ്ടും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഞാൻ ഈ സംഗമത്തിന്റെ മുഖ്യഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 2014-15 വർഷത്തിൽ നടത്തിയ സർവേയിൽ ഏറ്റവും നല്ല ഖത്തീബിനുള്ള പിന്നെ ഒരു ഉപഹാര സമർപ്പണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കണ്ടെത്തിയിരുന്നു. അതിന്റെ ഭാഗമായി SKSSF കുറ്റൂർ ക്ലസ്റ്റർ കമ്മിറ്റി നൽകുന്ന ഒരു സ്നേഹ ഉപഹാരമാണ്. അത് നൽകുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്തഫ അഷ്റഫി കക്കുപടിയാണ്. ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ലത്തീഫ് ബാഖവികളാണ്. ഇത് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്തഫ അഷ്റഫി കക്കുപടിയെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ലത്തീഫ് ബാഖവിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ SKSSF കുറ്റൂർ ക്ലസ്റ്റർ കമ്മിറ്റിയുടെ 2014-2015 സർവേയിൽ മികച്ച സംഘാടകനുള്ള അവാർഡ് നേടിയ കുറ്റൂർ ക്ലസ്റ്റർ വർക്കിംഗ് സെക്രട്ടറി യൂനുസ് റിയാദിന് SKSSF കുറ്റൂർ ക്ലസ്റ്റർ കമ്മിറ്റി നൽകുന്ന ഒരു സ്നേഹോപഹാരം. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി യൂനുസ് റിയാദിനെയും ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി മുസ്തഫ അഷ്റഫി കക്കുപടി അവരുകളെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. محمد ذكره روح لأنفسنا محمد شكره فرضا على الأمم. സർവാദന്യായ യോഗാധ്യക്ഷൻ ബഷീർ നിസാമി, പ്രിയങ്കരനായ ഇക്ബാൽ വാഫി, അഭിനന്ദരായ അഹമ്മദ് മുസ്ലിയാർ, അഹമ്മദ് മുസ്ലിയാർ അടക്കം വേദിയിലും സദസ്യരുമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, നല്ലവരായ രക്ഷിതാക്കളെ, കർമ്മോത്സുകരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഓൺലൈൻ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലും നാം പറയുന്നതും കേൾക്കുന്നതും സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, സഹകരിച്ചവർ എല്ലാവരെയും അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടവരെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, കുത്തൂർ ക്ലസ്റ്റർ SKS സംഘടിപ്പിച്ച ആദർശ വിശദീകരണ സമ്മേളനത്തിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ ശരിയായ രീതിയിൽ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, സത്യം സത്യസന്ധമായി
സമൂഹത്തിന് പ്രചരിപ്പിക്കുക എന്ന സതുദ്ദേശത്തോടുകൂടെ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാമാണിത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ തെറ്റായ രീതിയിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുമ്പോൾ ആ തെറ്റിദ്ധാരണ തിരുത്തിക്കൊടുക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയായതുകൊണ്ടാണ് SKS പ്രവർത്തകന്മാർ ഇങ്ങനൊരു ആദർശ വിശദീകരണ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത്. ഇതാരെയും കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ ഒന്നുമല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആരുടെയും പച്ചമാംസം കഴിക്കാനുമല്ല. അതൊക്കെ സ്വയം ചെയ്യുന്ന രീതി സ്വാഭാവികമായും എപ്പോഴും വിളിച്ചു പറയുക ചില ആളുകളുടെ ശൈലിയാണ്. അതിനെ നമ്മൾ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. ഈ സംരംഭത്തെ നിങ്ങൾ നല്ലൊരു മനസ്സോടെ കാണുക, നല്ലൊരു മനസ്സോടെ കേൾക്കാൻ സന്നദ്ധനാകുക. സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം സത്യത്തിന്റെ കൂടെ നിൽക്കാനുള്ള സന്മനസ് കാണിക്കുക. അതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. ആദ്യം തന്നെ ഇതിനെ മറ്റൊരു ദിശയിലൂടെ, മറ്റൊരു രീതിയിലൂടെ കാണുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഏത് സംഘടനാ പ്രവർത്തകനാണെങ്കിലും അത് ഭൂഷണമല്ല എന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചവരോടൊക്കെ നല്ല മനസ്സോടെ പറയാനുള്ളതൊന്ന് വന്ന് കാണാനും കേൾക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാണ്. എന്നിട്ട് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സത്യത്തിന്റെ കൂടെ നിൽക്കാനുള്ള സന്മനസ് കാണിക്കുക. കാരണം ഇതൊന്നും ഒരു കേവല സംഘടനാ പ്രശ്നമല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നമ്മളൊക്കെ വിട പറയേണ്ടവരാണ്. നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നു മരണങ്ങൾ, അപകട മരണങ്ങൾ. നല്ല നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ പെട്ടെന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു രോഗമില്ലാത്ത ആളുകൾ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ അവിടെയും ഇവിടെയും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഈ മരണത്തിന് അടിമപ്പെട്ടേക്കാം. അങ്ങനെ അടിമപ്പെടുന്ന സമയത്ത്, നാളെ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് എനിക്ക് സ്വർഗം ലഭ്യമാകണം. അതിന് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവേണ്ടത് നമ്മുടെ പാത ക്ലിയർ ആയിരിക്കണം. കുറെ പ്രവർത്തനങ്ങളല്ല, ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യലില്ല. ചില ആളുകൾ അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. ഞങ്ങൾ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അതോടെ പലരും നടത്തുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് മഹത്വമില്ല എന്നല്ല ഞാൻ പറയുന്നത്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കൊണ്ടേ കാര്യമുള്ളൂ. കേവലം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ ഇവിടെ വേറെ ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളെക്കാൾ ഏറെ അവരും ചെയ്യുന്നുണ്ടായേക്കാം. പക്ഷെ അതൊന്നുമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ രക്ഷപ്പെടാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്. അവന്റെ മാർഗം, ലക്ഷ്യം ഇത് രണ്ടും ശരിയായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നല്ലവർ കാണിച്ചെന്ന മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. മഹത്തുക്കൾ പോയ വഴിയിലൂടെ മാത്രമായിരിക്കണം സഞ്ചരിക്കേണ്ടത്. ട്രാക്ക് മാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ, വഴിമാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം എന്തായിട്ടും കാര്യമില്ല, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല. പാത ശരിയായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഒരു ദിവസത്തിൽ 5 നേരം അല്ലാഹുവിനോട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക്, നേരായ മാർഗത്തിലേക്ക്, ശരിയായ മാർഗത്തിലേക്ക് അല്ലാഹുവേ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. ഒരു വിശ്വാസി 17 പ്രാവശ്യം നിർബന്ധ ബുദ്ധിയ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവേ നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം. നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. കാരണം എന്താ? പലപ്പോഴും പലതും കേൾക്കുമ്പോൾ പലതിലേക്കും വഴിമാറിപ്പോകാൻ സാധ്യതയേറെയാണ്. മനുഷ്യനാണല്ലോ, സ്വാഭാവികമായും അവന്റെ ദൗർബല്യങ്ങൾ അവനെ പലതിലേക്കും തെറ്റിച്ചേക്കാം. നേരം വെളുക്കുമ്പോൾ മുസ്ലിമായി ജീവിക്കുന്നവൻ
വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫറായേക്കാം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മോട് 17 പ്രാവശ്യം നിർബന്ധ ബുദ്ധിയാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണം, അതിൽ ഉറപ്പിച്ചു നിർത്തണം. അതുകൊണ്ടേ രക്ഷയുള്ളൂ. ഞാൻ കുറെ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുകൊണ്ട് രക്ഷയില്ല. രക്ഷപ്പെടാൻ ഏകമാർഗം ശരിയായ മുസ്തഖീമായ വഴിയിൽ നേരായ മാർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഏതാ നേരായ മാർഗം? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹത്തിന് അർഹരായ ആളുകൾ ആരാണോ അവരുടെ വഴിയിലേക്ക് ഞങ്ങൾ നീ ചേർക്കണേ അല്ലാഹ്. നിന്റെ അനുഗ്രഹത്തിന് അർഹരായ ആളുകൾ ആരാണ്? അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് അർഹരായ ആളുകൾ ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ് എന്ന് ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം നമ്മൾ അള്ളാഹുവിനോട് മനസ്സൊരുക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഏതൊരു മാർഗത്തിൽ ചേർത്തിയാൽ പോരാ. നിന്റെ അമ്പിയാക്കൾ കാണിച്ചെന്ന മാർഗം, നിന്റെ സിദ്ദീഖീങ്ങൾ കാണിച്ചെന്ന മാർഗം, നിന്റെ ശുഹദാക്കൾ കാണിച്ചെന്ന മാർഗം, നിന്റെ സ്വാലിഹീങ്ങൾ കാണിച്ചെന്ന മാർഗം, അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണം. സലാഹിയത്തിന്റെ ആളുകൾ കാണിച്ചെന്നൊരു മാർഗത്തിൽ നിൽക്കാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളെ ജീവിതത്തിനിടയ്ക്ക് തെറ്റുകൾ സംഭവിച്ചു പോയാലും അള്ളാഹു പുറത്തു തരും, നമ്മുടെ ലക്ഷ്യവും മാർഗവും നന്നായി കഴിഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവോട് പറയുന്ന വാക്കെന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന എന്നാണ് പറയാറുള്ളത്, ഇഹ്ദിനി എന്ന് പറയാറില്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്ന കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നവരും ഇഹ്ദിന, അല്ലാഹുവേ ഞങ്ങളെ ചേർക്കണമെന്ന് പറയുന്നത്? ഇവൻ പറയുമ്പോൾ ഇവൻ ഒറ്റക്കല്ല, ഇവന്റെ കൂടെ ഒട്ടേറെ സാലിഹീങ്ങളുണ്ട്, ഒട്ടേറെ മഹത്തുക്കളുണ്ട്. നമ്മളൊരു പക്ഷേ ദോഷിയാണെങ്കിലും പാപികളാണെങ്കിലും ഈ മഹാന്മാര് കാരണമായിക്കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ ചേർക്കണേ, ഞങ്ങളെ ദുആ സ്വീകരിക്കണേ എന്ന് വരാൻ വേണ്ടിയാണ് ഇഹ്ദിന എന്ന് പറയുന്നത്. പണ്ഡിതന്മാരെയൊക്കെ പെടുന്നതാണ് സാധിക്കും. കുറെ നല്ല നോട്ടിന്റെ ഇടക്ക് ഒരു ചെറിയൊരു കീറിയ നോട്ടുണ്ടെങ്കിലും അത് സ്വീകരിക്കപ്പെടും. പഴയ കാലത്ത് കാരണന്മാർ പറയില്ലേ, നല്ല ചാക്കിനിടക്ക് ഒരു പഴഞ്ചാക്ക് വെച്ചു കൊടുത്താലും സ്വീകരിക്കപ്പെടും. അപ്പൊ നമ്മൾ ദോഷിയാണെങ്കിലും നമ്മൾ പാപിയാണെങ്കിലും നമ്മൾ പിൻപറ്റുന്നവർ, നമ്മൾ തുടരപ്പെടുന്ന ആളുകൾ നല്ലവരാണോ അൽഹംദുലില്ലാഹ് നമുക്ക് രക്ഷപ്പെടാം. ആ ഒരു മാർഗമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. ആരാണ് നല്ലവർ? പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ ആ നല്ലവരെ കുറിച്ച്? ഈ സമുദായത്തിൽ ഏറ്റവും ഉന്നതൻ എന്ന് പറയുന്നത് സഹാബാ കിറാമാണ്. പിന്നെ അവരോട് പിൻപറ്റിയ താബിഈങ്ങൾ, പിന്നെ അവരോട് പിൻപറ്റിയ അവരുടെ പിൻഗാമികൾ. ഇങ്ങനെ പോന്നാൽ നമ്മൾ കേരളക്കരയിലേക്ക് നമ്മൾ കടന്നു ചിന്തിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ കഴിഞ്ഞുപോയ ഒട്ടേറെ മഹത്തുക്കളുണ്ട്. മഖ്ദൂമി പണ്ഡിതന്മാർ, മമ്പുറത്തെ തങ്ങൾ, ഒളിയങ്കോട്ട് മുതൽക്കാലി അടക്കമുള്ള മഹത്തുക്കളായ മഹാരഥന്മാരായ സാലിഹീങ്ങൾ കാണിച്ചെന്ന വഴി, അതാണ് യഥാർത്ഥത്തിൽ മുസ്തഖീമായ വഴി എന്ന് പറയുന്നത്. ശരിയായ വഴി എന്ന് പറയുന്നത് ആ ഒരു മാർഗത്തിന്. എന്നാൽ ഖേദകരെന്ന് പറയാം, ആ വഴി തെറ്റിക്കൊണ്ട്, ആ വഴി ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇടക്കാലങ്ങളിൽ 1921 ചില ആളുകൾ പുതിയൊരു വഴിയുമായി കൊണ്ട് കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ മാറ്റി നിർത്തി, താബികളെ മാറ്റി നിർത്തി, തബഉ താബികളെ മാറ്റി നിർത്തിയിട്ട് ഒരു വളഞ്ഞ വഴി സ്വീകരിച്ചുകൊണ്ട് ചില ആളുകൾ കടന്നു വന്നു. റഷീദുലയിലൂടെ, ജമാലുദ്ദീൻ അഫ്ഗാനിയിലൂടെ, മുഹമ്മദ് അബ്ദുലിലൂടെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലേക്ക് എത്തുന്ന വഴി, അവിടുന്ന് ഇബ്നു തൈമിയയിലേക്ക് എത്തുന്ന വഴി, അങ്ങനെ ഒരു വളഞ്ഞ വഴി ഇടക്കാലത്തിൽ ആളുകൾ സ്വീകരിച്ചു. എന്നാൽ ആ വഴി സ്വീകരിച്ച ആളുകൾ ഇന്ന് ആ വഴി ശരിയല്ലെന്ന് പറഞ്ഞ് അവരെ തള്ളിപ്പറയുന്ന വളരെ രസകരമായ, അതിലേറെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് അവരുള്ളത്. അവരെക്കുറിച്ചൊന്ന് പറയേണ്ട ആവശ്യം പോലുമില്ല, അത്രത്തോളം അവർ അതപ്പതിച്ചിരിക്കുക. സ്വന്തം നേതാക്കന്മാരെ പോലും തള്ളിപ്പറഞ്ഞ് അത് ശരിയല്ലെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ പിന്നെ നമ്മൾ സ്വീകരിക്കേണ്ട വഴി ഏതാണ്? ഈ മഖ്ദൂമി പണ്ഡിതന്മാർ കാണിച്ചു തന്ന
മഹത്തുക്കളായ സാലിഹ്യങ്ങൾ കാണിച്ചെന്ന വഴി. ആ വഴിയാണ് പിന്നീട് മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നസറല്ലാഹു മർക്കദ ആ മഹാനുകൾ നമുക്ക് കാണിച്ചെന്ന വഴി ആ വഴിയാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ വഴി തെറ്റിപ്പോകണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്, ഈ പിഴച്ച വഴിയിലേക്ക് പോകണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. ആരാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ? നമ്മൾ പഠിക്കേണ്ടതാണ്. ആരാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ? കേവലം ഒരു നാട്ടിലൊരു പ്രാദേശിക തങ്ങളായിരുന്നില്ല, മറിച്ച് ആ കാലഘട്ടത്തിലെ ആളുകളുടെ അത്താണിയായിരുന്നു. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അല്ലാഹു തആല അങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലേക്ക് ഒരു മഹാനെ നിയോഗിക്കാറുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ സഹാബത്തിന് വല്ല പ്രയാസമുണ്ടായാൽ ഓടിച്ചെല്ലാൻ മുത്തനബി ഉണ്ടായിരുന്നു. മഴയില്ലാതെ വെള്ളമില്ലാതെ കെട്ടപ്പെട്ടപ്പോ സഹാബത്ത് ഓടിച്ചെന്നില്ലേ? നബിയോട് പറഞ്ഞില്ല, നബിയെ മഴയില്ല വെള്ളമില്ല, വലൈസാലന ഇല്ലാ ഇലൈക ഫിറാറുന വഅനാ ഫിറാറുന്നാസ് ഇല്ലാ ഇലർ റുസ്ലി. നബിയെ മഴയില്ല വെള്ളമില്ല, കട്ടപ്പാടിലാണ്, പ്രയാസത്തിലാണ്, ഞങ്ങൾക്ക് ഓടി വരാൻ അങ്ങ് മാത്രമല്ലേ ഉള്ളൂ, അങ്ങല്ലാതെ മറ്റൊരാളിലേക്ക് ഓടിച്ചെല്ലാൻ ഒരാളില്ലല്ലോ നബിയേ. മഴയ്ക്ക് പ്രയാസമുണ്ടായപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അവർ ഓടിച്ചെന്ന് മുത്തുനബിന്റെ ഹളറത്തിലേക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ അത്താണി മുത്തുനബിയായിരുന്നു. പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പ്രശ്നം വന്നാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുമായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നോക്കൂ നിങ്ങൾ, പലപ്പോഴും വലിയ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായപ്പോൾ മദീനത്ത് ശക്തമായ തീപിടുത്തമുണ്ടായി. ആളുകൾ എന്താ ചെയ്തത്? ഓടിച്ചെന്നോ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ഉമർലാന് പരിഹാരം നിർദ്ദേശിച്ചു. ശക്തമായ തീകത്ത് ഉമർലാൻ ചെയ്തെന്താ? ഒരു കടലാസിൽ എഴുത്തണ്ടേ എഴുതി. ഉമർലാൻ എഴുതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ ഉമർ ഇലന്നാർ. തീ വായിച്ചറിയാൻ ഉമർ എഴുതുന്ന കത്ത്. ആർക്കാ കത്ത് എഴുതുന്നത്? തീയിനകത്ത് എഴുതുന്നത്. ഈ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നീ നിന്നോളം ഈ ഒരാളെയും കരിക്കരുത്. ഒരു കടലാസ് എഴുതി കൊടുത്തിരുന്നു, ഈ കടലാസ് കൊണ്ടുപോയി തീയിലിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഉമർലാൻ എഴുതി കൊടുത്തു. ഇവരത് കൊണ്ടുപോയി ആ കടലാസ് കൊണ്ടുപോയി തീയിലിട്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ഒരു കടലാസ് എഴുതി കൊണ്ടുപോയിട്ട് തീയിലിട്ടാലോ ആ കടലാസ് കത്തിപ്പോവും. ഉമർലാൻ ഇട്ട് കൊടുത്ത കടലാസ് കൊണ്ടുപോയി ഇട്ടു, തീ അങ്ങ് നിന്നുപോയി. ചരിത്രം രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ആളുകൾ കത്താണിയായി, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഒരു മഹാൻ അല്ലാഹു നിയോഗിക്കുക. എന്നാൽ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലഘട്ടം നോക്കൂ നിങ്ങൾ. അവരുടെ ഏതേത് പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ആളുകൾ ഓടിച്ചെന്നിരുന്നവിടേക്കാ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഹളറത്തിലേക്കാ. അറബിക്കടൽ ശക്തമായ തിരമാലയുമായി കൊണ്ട് കയറി വന്ന് മുക്കുവന്മാർക്ക് മീൻ പിടിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട സമയത്ത് അവർ ഓടിച്ചെന്നിവിടേക്കാ വരക്കൽ മുല്ലക്കോയ തങ്ങളിലേക്കാ. തങ്ങളോട് തങ്ങളെ കടൽ വേലിയേറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, തിരമാലകൾ ശക്തിയായി അടിച്ചു വീഴ്ചിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ വീടും പറമ്പും ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു, പരിഹാരം അങ്ങ് കാണിച്ചു തരണം. എന്തേ ചെയ്തത്? മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കടപ്പുറത്തേക്ക് ചെല്ലുന്നു, മുസല്ലയിടുന്നു, 2 റക്അത്ത് നിസ്കരിക്കുന്നു, കടലിലേക്ക് ചൂണ്ടിക്കാണിച്ച് കടലെ തിരിച്ചുപോയെന്ന് പറയുന്നു. കടൽ പോകുന്നു. അള്ളാഹു ആ കാലഘട്ടത്തിൽ നൽകിയ വലിയ ഒരു മഹാ അത്താണിയായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമായിരുന്നു, വലിയ തൗഫീഖായിരുന്നു. കേവലം ഒരു തങ്ങൾ മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് അഗാധ ജ്ഞാനത്തിന്റെ ഉടമയായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. വലിയ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളായിരുന്നു. ചില ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തിനെ കുറിച്ച് പറയാറുണ്ട്, സമസ്തക്കാർ ഇംഗ്ലീഷ് വിരോധികളായിരുന്നു. ആര് പറഞ്ഞു? വരക്കൽ മുല്ലക്കോയ തങ്ങൾ തന്നെ വലിയ ഇംഗ്ലീഷുകാരനായിരുന്നു. ആ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്നത്. ആരെ കൂട്ടിയാ രൂപീകരിച്ചത്? നാട്ടിൽ കണ്ട എല്ലാവരും കൂടിയിട്ടൊന്നല്ല സമസ്ത ഉണ്ടാക്കിയത്, നല്ല നല്ല ആലിമീങ്ങളെ കൊണ്ട്. അക്കാലഘട്ടത്തിൽ ജീവിതത്തിലേറെ സൂക്ഷ്മതയുള്ള, അറിവുള്ള, പക്വതയുള്ള, വറഉള്ള വലിയ മഹാന്മാരെ കൊണ്ടായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ രൂപീകരിച്ചത്. അറിവുള്ളവരാണ്,
പക്വതയുള്ളവരാണ്, സൂക്ഷ്മതയുള്ളവരാണ് സമസ്ത ആലിമീങ്ങൾ. അന്ന് സമസ്ത കേരള ജംഇയ്യത്തിനെ രൂപീകരിക്കുമ്പോൾ അതിൽ അംഗമാണ് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർകദ. സമസ്ത രൂപീകരിക്കുന്ന 1926 ജൂൺ 26 സമസ്ത രൂപീകരിക്കുമ്പോൾ അതിന്റെ 26ാമത്തെ മെമ്പറാണ് കേവലം 26 വയസ്സ് മാത്രം പ്രായമുള്ള റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്. സമസ്ത രൂപീകരിക്കുന്ന അന്നത്തെ മെമ്പറാണ് കണ്ണിയത്ത് ഉസ്താദ്. അങ്ങനെ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള മഹാരഥന്മാരായ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. കേരള മുസ്ലിമീങ്ങളുടെ എല്ലാ മേഖലകളിലും കടന്നു ചെന്ന് അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് കേരള മുസ്ലിമീങ്ങളെ നവോത്ഥാന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആദർശ രംഗത്ത്, വിശ്വാസ രംഗത്ത് ഉറപ്പിച്ചു നിർത്തി ലോകത്തിന് തന്നെ മാതൃകയാകും വിധത്തിൽ കേരള മുസ്ലിമീങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആർക്കും തർക്കമില്ല. കേരളത്തിന് പുറത്ത് നിങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ചെന്ന് നോക്കും. നിങ്ങൾ അവിടെ വലിയ ആലിമ്യങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലേക്ക് എത്ര വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ജീവിച്ചു പോയി. പക്ഷേ അവിടെയൊന്ന് കേരളത്തെ പോലെ മതരംഗത്തൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പോലെയുള്ള ഒരു പ്രസ്ഥാനം അവിടെ ഉണ്ടായില്ല. കേരളത്തിന് പുറത്ത് നിന്ന് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തു പോയാൽ പോലും ഇതൊരു രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത വിധം മതരംഗത്ത് മുസ്ലിമീങ്ങൾ കേരളത്തിൽ വലിയ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു, വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചു. കേരളത്തിന്റെ പുറത്ത് എവിടെയും കാണാത്ത വലിയ വിപ്ലവമാണ് കേരളത്തിലുണ്ടായത്. നോക്കൂ നിങ്ങൾ, നേരം വെളുക്കുമ്പോൾ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ കൊച്ചുകുട്ടികൾ തലയിൽ തൊപ്പി ധരിച്ച് കയ്യിൽ മുസാഫ് പിടിച്ച് മദ്രസയിലേക്ക് പോകുന്നു. ഈ സുന്ദരമായ ഒരു സാഹചര്യം കേരളത്തിന് പുറത്ത് എവിടെയാണ് ഇത്ര ഭംഗിയായിട്ട് കാണാൻ കഴിയുക? 10 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് അൽഹംദുലില്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളത്. സമസ്ത ചെയ്ത സേവനം എന്താണ് ചോദിക്കുന്നവരോട് വേറൊന്നും പറയണ്ട, ഇത് മതി, ഇത് മതി. നേരം വെളുത്തി കുട്ടികളതാ അൽഹംദുലില്ലാ 10 ലക്ഷത്തിലേറെ കുട്ടികൾ അൽഹംദുലില്ലാ നേരം വെളുക്കുമ്പോൾ ദീൻ പഠിക്കുന്നു, വിശുദ്ധമായ ഇസ്ലാം പഠിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു. മദ്രസ വിടുമ്പോൾ 10 ലക്ഷം കുട്ടികളാ ചൊല്ലുന്നു. 3 സലാത്ത് ചൊല്ലിയിട്ടാണ് കുട്ടികൾ പോകുന്നത്. ഏത് മദ്രസയിൽ 3 ചൊല്ലും, ചിലടത്ത് 10 ഉണ്ടാവും, ചുരുങ്ങിയത് 3 ചൊല്ലുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു ദിവസത്തിൽ 30 ലക്ഷം സലാത്തല്ലേ ചൊല്ലുന്നത്. എവിടേക്ക് എത്തിക്കുന്നു പുണ്യനബി മുഹമ്മദ് മുസ്തഫ? 30 ലക്ഷം സലാത്താണ് സമസ്തന്റെ മദ്രസയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് ഒരു ദിവസത്തിൽ ചെല്ലുന്നത്. ഇന്ന് ചില ആൾക്കാരൊക്കെ കാർഡ് കൊടുത്തേക്കാണ് സലാത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എത്ര സലാത്തിൽ എഴുതി കൊണ്ടുവരുണ്ടോ, അനക്ക് അങ്ങോട്ട് ടിക്കറ്റ് തരാം, അനക്ക് ഇന്നൊരു സമ്മാനം തരാന്നൊക്കെ പറഞ്ഞിട്ട്. സമസ്തക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ദിവസത്തിൽ ആരും അറിയാതെ 30 ലക്ഷത്തിലേറെ സലാത്ത് പുണ്യനബിയുടെ തിരു ഹദറത്തിലേക്ക് എത്തുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മദ്രസയിൽ നിന്ന്. ഈ ഒരു വിപ്ലവം കേരളത്തിൽ ആരാണ് ഉണ്ടാക്കിയത്? കേരളത്തിലെന്നല്ല, ലോകത്ത് ആർക്കാണ് ഇത്രത്തോളം വലിയൊരു മഹത്വം അവകാശപ്പെടാനുള്ളത്? ആർക്കാണുള്ളത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ എന്ത് ചെയ്തു ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഈ മദ്രസ പ്രസ്ഥാനം മതി, വേറൊന്നും വേണ്ട, വേറൊന്നിനെ കുറിച്ച് ആലോചിക്കണ്ട, ഇത് മാത്രമാണ്. ഇങ്ങനെ കേരള മുസ്ലിമീങ്ങളെ വിശ്വാസരംഗത്ത്, ആത്മീയ രംഗത്ത് ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നതാണ് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്ത ഏറ്റവും വലിയ വിപ്ലവം. കേരളത്തിലേക്ക് വിധേയകൾ കടന്നു വന്നല്ലോ, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. വഹാബി പ്രസ്ഥാനം വന്നു. വഹാബി പ്രസ്ഥാനം 8ൽ പൊട്ടി, വിവിധ പ്രസ്ഥാനങ്ങളായി, വിവിധ ചേരികളായി, പല ഗ്രൂപ്പുകളായി മാറി. ജമാഅത്ത് ഇസ്ലാമി എത്ര കോലൊക്കെ സൃഷ്ടിച്ച കേരളത്തിലേക്ക് വന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. ജമാഅത്ത് ഇസ്ലാമിക്ക് ദീൻ പറയാൻ തന്നെ പേടിയാണ്. സമസ്തയിൽ പോയി എന്ന് പറഞ്ഞിട്ട് ചേകനൂർ വന്നില്ലേ, വല്ലതും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന് അഡ്രസ് പോലും ഇല്ലാതെയായി. കാദിയാനികൾ വന്നില്ലേ കേരളത്തിൽ? ലോക ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് കാദിയാനികൾ കാഫിറാണെന്ന് പറയാൻ വളരെ ധൈര്യത്തോടുകൂടെ പറയാൻ കഴിവ് കാണിച്ച ഒരേ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇങ്ങനെ കുഫരി, ബിദ്അഈ, വ്യാജ വിഘടിത പ്രസ്ഥാനങ്ങളെ അവയൊക്കെ സമൂഹത്തിൽ നിന്ന്
ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞ കേരളത്തിലെ മുസ്ലിമീങ്ങളെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചൊരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമിയത്തുലമയാണ്. സമസ്ത ചെയ്ത ഏറ്റവും വലിയ നേട്ടം തന്നെയാണ് മുസ്ലിമീങ്ങളെ വിശ്വാസം കാത്തു സൂക്ഷിച്ചത്. വേറെ എന്തിനേക്കാളും വേണ്ടത് അതാണല്ലോ, വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഐക്യത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഒറ്റക്കെട്ടായി പോയിരുന്ന സുന്ദരമായ കാലഘട്ടം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാലഘട്ടത്തിലും അല്ലാഹു സമസ്ത കേരള ജമിയത്തുലമക്ക് നിർത്തി നൽകിയ നേതൃത്വം എന്ന് പറയുന്നത് വലിയ മഹാന്മാരായിരുന്നു. ഒരിക്കൽ മുല്ലക്കോയത്തങ്ങൾ, അവിടുന്ന് ഇങ്ങോട്ട് വന്ന അബ്ദുൽ ബാരി മുസ്ലിയാര്, ഇങ്ങനെ തുടങ്ങി ഓരോ കാലഘട്ടത്തിലും കഴിഞ്ഞുപോയ മഹാന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ ഉന്നതരായ ആളുകൾ, അറിവുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ള ആളുകൾ, അവരായിരുന്നു സമസ്ത കേരള ജമിയത്തുലമക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. അങ്ങനെ അത് കടന്നു വന്ന് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ കരങ്ങളിലെത്തി സമസ്ത കേരള ജമിയത്തുലമ മഹിതമായ പ്രസിഡന്റ് പദവി. ശൈഖുന ശംസുൽ ഉലമാ ഇ.കെ. ഉസ്താദ് സമസ്ത കേരള ജമിയത്തുലമയുടെ മുഖ്യ കാര്യദർശിയായി മാറുകയാണ്. 1951 ശൈഖുന ശംസുൽ ഉലമാ സമസ്തയുടെ മുശാവറ മെമ്പറായി തെരഞ്ഞെടുത്തുവെങ്കിൽ 1957 ശൈഖുന ശംസുൽ ഉലമാ സമസ്ത കേരള ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറുകയാണ്. 1957 ഇന്ന് ഞങ്ങളാണ് സമസ്ത എന്ന് പറയുന്നത് ആ വഴിക്കെന്നെത്തിയിട്ടില്ല. കാലഘട്ടത്തിൽ 1957 ഷംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയാണ്. ആരാ ഷംസുൽ ഉലമക്ക് പഠിക്കണം? നമ്മൾ ആരാണ് ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്? അതറിയാത്തോണ്ട് ചില ആൾക്കാർ ഇ.കെ.എ.പി. എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒപ്പം കൂട്ടി ഇതിന് കിട്ടുന്നത്. ആരാണ് ഷംസുൽ ഉലമ? അഗാധ ജ്ഞാനത്തിന്റെ ഉടമ. ബാക്കിയാത്തിൽ പോയി, വലിയൊരു ബാക്കിയാത്തിൽ പോയി ബാക്കവി ബിരുദമെടുത്തപ്പോ അക്കാലഘട്ടത്തിലെ ഉന്നതരായ മഹാന്മാരായ ബാക്കിയാത്തിൽ ഉസ്താദുമാർ പറഞ്ഞു, ഇ.കെ. കേരളത്തിലേക്ക് ഇനി പോകണ്ട, ബാക്കിയാത്തിന് മുദരിസാവട്ടെ. ബാക്കിയാത്തിൽ അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതന്മാർ മാത്രം ദർസ് നടത്തുന്ന കാലഘട്ടത്തിൽ വലിയ മഹാപണ്ഡിതന്മാർ പറഞ്ഞു, ഷാഫി മദ്ഹബിലെ മുഫ്തിയായിക്കൊണ്ട് ഷാഫി മദ്ഹബ് കൈകാര്യം ചെയ്തുകൊണ്ട് ഇ.കെ. ബാക്കിയാത്തിൽ ദർസ് നടത്തട്ടെ. സനദ് കിട്ടിയ അന്ന് തന്നെ ബാക്കിയത്തിലെ മുദരിസായി ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്. എന്തായിരുന്നു അവിടുത്തെ പാണ്ഡിത്യമൊക്കെ? അതൊക്കെ പറയാൻ പുറപ്പെട്ടാൽ നമ്മൾ ദിവസങ്ങളോളം അതിന് മാറ്റിവെക്കണം. എന്തായിരുന്നു ശംസുൽ ഉലമയുടെ ജീവിത രീതിയൊക്കെ? അഗാധ ജ്ഞാനത്തിന്റെ ഉടമ, യമനിൽ നിന്നെത്തിയ കുടുംബ പരമ്പര, ആ കുടുംബ മഹിമയുള്ള മഹാനാണ് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്. യമൻ അത് അള്ളാഹു നൽകിയ വലിയ സൗഭാഗ്യമാണ്. യമനിൽ നിന്ന് പാരമ്പര്യം ഉണ്ടാകുന്ന അതിലുള്ള മഹാനായിരുന്നു ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്. ആ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് 1957 മുതൽ സമസ്ത കേരള ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. കണ്ണിയത്ത് ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ പ്രസിഡന്റായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സുന്ദരമായ ഒരു കാലഘട്ടമായിരുന്നു 1980കളിലും 89കളിലും പറയാനുണ്ടായിരുന്നു. ലോകത്ത് തന്നെ മാതൃകയായിട്ട് സമസ്ത കേരള ജമിയത്തിനോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരമായ കാലഘട്ടം. വിദ്യാർത്ഥികാരനെ നേരിടേണ്ട ഘട്ടങ്ങളിൽ ശംസുൽ ഉലമ നേരിടുന്നു, മുജാഹിദിനെ നേരിടുന്ന ഘട്ടങ്ങളിൽ അവിടെ പോയി നേരിടുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ നേരിടുന്ന ഘട്ടങ്ങളിൽ അവിടെ പോയി നേരിടുന്നു. എന്തിനേറെ നിങ്ങൾ അറിയണം, ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗം ഒരു വേള ഇവിടുത്തെ മുസ്ലിമീങ്ങളെ മതപരിവർത്തനത്തിന് വേണ്ടി കാശ് കൊടുത്തുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് അവർ എല്ലാവിധ ശ്രമവും നടത്തിയ സമയമുണ്ടായിരുന്നു. അന്ന് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഇടയ്ക്കരയിൽ വെച്ചുകൊണ്ട് ക്രൈസ്തവ സഭയുമായി കൊണ്ട് സംവാദം നടത്തി. എങ്ങനെയാ ശംസുൽ ഉലമ സംവാദം നടത്തിയത്? ക്രൈസ്തവ പണ്ഡിതന്മാരൊക്കെ സംവാദത്തിന് വേദിയിലെത്തി. അവരൊക്കെ എത്തി എവിടെ സുന്നി പണ്ഡിതനെവിടെ മുസ്ലിം പണ്ഡിതനെവിടെ ചോദിച്ചു നിൽക്കുമ്പോഴാണ് ഒരു വെള്ള കള്ളിത്തുനിയും എടുത്തുകൊണ്ട് ഒരാളിങ്ങനെ കയറി വരുന്നു, ഒരു വളഞ്ഞ വടിയും പിടിച്ചിട്ട്. ഇവരിങ്ങനെ ചിരിച്ചു, ഇയാളാണോ ഞങ്ങളോട് സംവാദം നടത്താൻ വരുന്നത്? ഇദ്ദേഹത്തിനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? ശൈഖുനാ ശംസുൽ ഉലമ വേദിയിൽ കയറി വന്നു. ശംസുൽ ഉലമ 2 പുസ്തകം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കറിയുമോ? എന്റെ ഈ കയ്യിൽ കാണുന്ന പഴയ ബൈബിളാണ്, ഈ കയ്യിൽ കാണുന്ന പുതിയ ബൈബിളാണ്. നിങ്ങളോട് ഏത് ഭാഷയിൽ സംസാരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ പഴയ ബൈബിളിന്റെ ഭാഷ സുറിയാനിയാണ്, ഇത് ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് ഏത് ഭാഷയാണ് ആഗ്രഹം? അപ്പോഴാണ് ക്രൈസ്തവ പുരോഹിതന്മാർ അത്ഭുതപ്പെട്ടു പോകുന്നത്. സുറിയാനി ഭാഷ അവർക്ക് അറിയ പോലില്ല. ശംസുൽ ഉലമ പറഞ്ഞു, ഞാൻ സുറിയാനി ഭാഷയിൽ സംവാദം നടത്താനാണ് വന്നിട്ടുള്ളത്.
ബൈബിളിന്റെ അവകാശികളാണെന്ന് പറഞ്ഞ് കടന്നു വന്ന ക്രൈസ്തവ സഭയിലെ പുരോഹിത വർഗത്തിന് ശംസുൽ ഉലമയുടെ മുമ്പിൽ പതറിപ്പോയവർ, അവർക്ക് എന്താണ് സിരിയാനെന്ന് പോലും അറിയില്ല. ശംസുൽ പറഞ്ഞു, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാമെങ്കിൽ ഇംഗ്ലീഷിലായിക്കോട്ടെ. കേവലം കള്ളിത്തുണി എടുത്തു വന്ന ശംസുൽ ഉലമയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളം പോലും വേണ്ടതും അറിയില്ല എന്ന് ധരിച്ച് മനസ്സിൽ ഓടി തിരിച്ചുപോയ പുരോഹിതവർഗം ഞെട്ടിപ്പോയി. അങ്ങനെയല്ലേ വത്തിക്കാനിൽ യോഗം ചേർന്നു. ഈ സംവാദം കഴിഞ്ഞപ്പോൾ വത്തിക്കാൻ യോഗം ചേർന്നു. വത്തിക്കാനിൽ യോഗം ചേർന്നുകൊണ്ട് കേരളത്തിലെ പുരോഹിത വർഗത്തിന് വത്തിക്കാനിന് കത്ത് വന്നു. എന്താണ്? ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം ഇനി കേരളത്തിൽ മിഷണറി പ്രവർത്തനം വേണ്ട. അതായിരുന്നു മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്. ശംസുൽ ഉലമയെ കുറിച്ച് നമുക്ക് പറയാനുള്ള മഹത്വം അതൊക്കെയാണ്. അല്ലാതെ ശംസുൽ ഉലമയുടെ ബാങ്ക് ബാലൻസ് വളരെ വലുതായിരുന്നു, ശംസുൽ ഉലമയുടെ വണ്ടിയുടെ ടയറിന് നല്ല വീതി ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് പറയാനില്ല. നമുക്ക് പറയാനുള്ളതാണ് ശൈഖുനാ ശംസുൽ ഉലമ അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു. ശംസുൽ ഉലമ ജീവിത വിശുദ്ധി കൈവരിച്ച മഹാനായിരുന്നു. വലിയ്യും മിൻ ഔലിയാഇല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൂട്ടത്തിൽ ഒരു വലിയായിരുന്നു ശൈഖുനാ ശംസുൽ ഉലമ. ഇതിനിടക്ക് നമ്മുടെ സംഘാടകർ ബക്കറ്റുമായി കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഈ പ്രോഗ്രാമിന് വലിയ ഒരു ബാധ്യത വരുമെന്ന്. സാധാരണത്തെ പോലെ വയലായിട്ട് കാണാതെ നല്ലൊരു ചെലവുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ എല്ലാവരും കൊടുക്കുക. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ ഈ സഹായിക്കുന്ന എല്ലാവരുടെയും നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ, പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കണേ റഹ്മാനെ, വിഷമങ്ങളൊക്കെ ദൂരീകരിക്കണേ റഹ്മാനെ, കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. ബിഹഖി നബിയിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സംഖ്യ എല്ലാവരും കൊടുക്കുക. 100 രൂപ കൊടുക്കാൻ കഴിയുന്നവരൊക്കെ അത് തന്നെ കൊടുക്കുക. നമ്മളെ കുട്ടികൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 100 രൂപ കൊടുക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെ നല്ലൊരു മനസ്സോടുകൂടെ. ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാവും, ഒരുപാട് വിഷമങ്ങളുണ്ടാവും, അതൊക്കെ വീടണമെന്ന ചിന്തയോടുകൂടെ ഞാനിതാ ഈ മഹത്തായ സംരംഭത്തിലേക്ക് ഒരു 100 രൂപ കൊടുക്കുന്നു. റബ്ബേ അള്ളാഹുവെ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് കരുതി എല്ലാവരും കൊടുക്കുക. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ ആരൊക്കെ ഏതൊക്കെ നിനക്ക് സഹായിക്കുന്നുവോ അവിടെയൊക്കെ നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, ആ ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയും റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റുമായി കൊണ്ട് ജീവിച്ചിരുന്ന അവസ്ഥയെ നയിച്ചുകൊണ്ടിരുന്ന സുന്ദരമായൊരു കാലഘട്ടം. നിങ്ങൾ ചരിത്രം പഠിക്കണം. ഈ ചരിത്രം പറയുമ്പോൾ ചില ആളുകൾക്ക് പൊള്ളും. അപ്പോഴാണ് അവരെന്ത് പറയുന്നത്, ഇവിടെ പച്ചമാംസം കഴിക്കണം, ഇത് പച്ചൊന്നുമില്ല, എന്ത് പച്ച, ഇതുള്ള സത്യം പറയല്ലേ. സത്യം പറയുമ്പോൾ എന്തിനാ വേദനിക്കുന്നത്? ആ സത്യം മനസ്സിലാക്കി തെറ്റിതിരുത്തി സത്യത്തിന്റെ കൂടെ കൂടാനല്ലേ ഒരു സത്യവിശ്വാസം ചിന്തിക്കേണ്ടത്. ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ മഹാനവറുകൾക്കെതിരിൽ പല വിമർശനങ്ങളുമായി കൊണ്ട് ചില ആളുകൾ രംഗപ്രവേശനം നടത്തുന്നത്. 1989 കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചിന്തിക്കണം. ശംസുൽ ഉലമയുടെ പോക്ക് ശരിയല്ല, കണ്ണിയത്ത് ഉസ്താദിന്റെ പോക്ക് ശരിയല്ല. ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും യഥാർത്ഥത്തിൽ സുന്നികളല്ല, വിദേഹത്തിന്റെ വാഹകരാണ്. ശംസുൽ ഉലമ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വാലാട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശംസുൽ ഉലമക്കെതിരിൽ കണ്ണിയത്ത് ഉസ്താദിൽ എന്റെ പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉള്ളിൽ ചില ആളുകൾ ഇതാ ശക്തമായ നീക്കം നടത്തുകയാണ്. ഇന്ന് ചില ആളുകൾ പ്രസംഗിക്കുന്നത് കേട്ടാ തോന്നിപ്പോകും, അന്ന് ചെറുശ്ശേരി ഉസ്താദ് ജനറൽ സെക്രട്ടറിയും കോയക്കുട്ടി ഉസ്താദ് പ്രസിഡന്റുമായിരുന്നു, അതുകൊണ്ട് അവർ ശരിയില്ലാത്തതുകൊണ്ട് വേറെ സമസ്ത ഉണ്ടാക്കണല്ല. ഈ പ്രശ്നമുണ്ടാകുന്ന കാലഘട്ടത്തിൽ ശംസുൽ ഉലമയാണ് ജനറൽ സെക്രട്ടറി, റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദാണ് പ്രസിഡന്റ്. ഇവർ രണ്ടുപേരും വലിയ മഹാരഥന്മാരാണ്. ഈ രണ്ടുപേര് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രശ്നവുമായി കൊണ്ട് ചില ആളുകൾ കടന്നു വരുന്നത്. ഇവർ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ശംസുൽ ഉലമ ബിദ്അത്തുകാരുമായി വേദി പങ്കിട്ടിരിക്കുന്നു. എന്താ പ്രശ്നം? നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. എന്താ പ്രശ്നം? ശരീഅത്ത് വിവാദം കത്തിപ്പെടുന്ന സമയമായിരുന്നത്. മുസ്ലിമീങ്ങളുടെ ശരീഅത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. മുസ്ലിമീങ്ങളുടെ ശരീഅത്തിനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമോ എന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ ആശങ്ക പരത്തപ്പെടുകയുണ്ടായി. അന്ന് കേരളത്തിലെ എന്നല്ല ഇന്ത്യ രാജ്യത്തെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിമീങ്ങളെ ശരീഅത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇതിനെ എതിർക്കണമെന്ന് പൊതുവെ ഒരു വികാരമുണ്ടെടുക്കുകയും അതിന്റെ ഭാഗമായിക്കൊണ്ട് ഉത്തരേന്ത്യയിൽ അറിയപ്പെട്ട, ഇന്ത്യ രാജ്യത്ത് അറിയപ്പെട്ട
നദ്വി സാഹിബ് കേരളത്തിലേക്ക് വരികയും എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് കൂടിക്കൊണ്ട് നമുക്ക് മുതലക്കുളം മൈതാനിൽ സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയും ആ സമ്മേളനത്തിൽ ഷെയ്ഖുനാ ശംസുൽ ഉലമ പങ്കെടുത്തു. ഇതാണ് പ്രശ്നം. എന്തിനാ ശംസുൽ ഉലമ പങ്കെടുത്തത്? മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു പ്രശ്നം വന്നപ്പോ അവിടെ പിന്നെ മുസ്ലിമീങ്ങളെ വിഭാഗ്യത പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ഏതൊരു വിശ്വാസിയുടെയും ബാധ്യതയാണ്, കടമയാണ് മനസ്സിലാക്കി ശംസുൽ ഉലമ വേദിയിൽ പങ്കെടുത്തു. ശംസുൽ ഉലമ മാത്രമല്ല പങ്കെടുത്തത്, ഇന്ന് അവരുടെ പ്രസ്ഥാനത്തിൽ ഇന്നലകളിൽ നേതൃത്വം കൊടുത്ത പലരും പങ്കെടുത്തു. ആ കൂട്ടത്തിൽ ശംസുൽ ഉലമയും പങ്കെടുത്തു. അപ്പൊ അവർ പറഞ്ഞു, നദ്വി സാഹിബ് അദ്ദേഹം സുന്നിയല്ല, സുന്നിയല്ലാത്ത ഒരാളെ കൂടെ ശംസുൽ ഉലമ വേദി പങ്കിട്ടില്ലേ? അപ്പൊ ശംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്തിൽ താല്പര്യമില്ലെന്ന് മനസ്സിലായില്ലേ? ആ ഈക്കന്റെ കൂടെ ഞങ്ങളെ കിട്ടില്ല. പ്രശ്നമുണ്ടാക്കിയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം എത്രത്തോളം. അന്ന് വിവിധ പ്രശ്നങ്ങളെ പേര് പറഞ്ഞിട്ടോ വന്യവയോ പണ്ഡിതനായ മഹാനായ ശംസുൽ ഉലമ, എന്റെ പ്രിയപ്പെട്ടവരെ, ശംസുൽ ഉലമ കോടിക്കോടി യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാതെ, ഓഫീസിൽ നിന്ന് താഴോട്ടൊന്നിറങ്ങാൻ കഴിയാതെ, ശംസുൽ ഉലമക്കെതിരെ ഇന്ന് സുന്നികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ആ മഹാനായ പണ്ഡിതനെതിരിൽ എന്റെ പ്രിയപ്പെട്ടവരെ മുദ്രാവാക്യം വിളിച്ചില്ലേ? ശംസുൽ ഉലമയെ ഗൗരവ ചെയ്തില്ലേ? ശംസുൽ ഉലമയെ ഇറങ്ങാൻ സമ്മതിക്കാതെ അവർ സമരം നടത്തിയില്ലേ? അവസാനം ശംസുൽ ഉലമക്കൊന്ന് പുറത്തിറങ്ങാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിയമപാലകന്മാരെ വിളിക്കേണ്ടി വന്നു. ആരാ ശംസുൽ ഉലമയെ തടഞ്ഞത്? ബിജെപിക്കാരില്ല. ആരാ ശംസുൽ ഉലമയെ തടഞ്ഞത്? ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല. ആരാ ശംസുൽ ഉലമയെ തടഞ്ഞത്? ഇവിടുത്തെ മുബത്തദികളല്ല, വഹാബികളല്ല, മൗദൂദികളല്ല. സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന ഒരു സംഘടന, SSF എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകന്മാർ ശംസുൽ ഉലമയെ വഴിയിൽ ചൂണ്ടി തടയുകയാണ്. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാൻ ഷെയ്ഖുനാക്ക് സാധിക്കാത്ത വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമുണ്ടായി. ഇന്നലകളിൽ ആലിമീങ്ങളെ ഏറെ ബഹുമാനിച്ച കേരളമാണ്. ഇവിടുത്തെ ഉപ്പമാരുമ്മമാർ ഏറെ സ്നേഹിച്ച് ബഹുമാനിച്ച് വളർത്തിയതാണ് കേരളത്തിലെ പണ്ഡിതന്മാർ. പക്ഷേ ആ പണ്ഡിതന്മാരുടെ ആദരവ്, ആ പണ്ഡിതന്മാരുടെ ബഹുമാനം, ആ പണ്ഡിതന്മാരുടെ സ്നേഹം എടുത്തെറിഞ്ഞത് ഇവിടെ ആരാ? SSFകാരാ. എന്തിനേറെ നിങ്ങൾ അറിയണം, അന്ന് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ആരായിരുന്നു? ബഹുമാനായ ബഹാഉദ്ദീൻ ഉസ്താദായിരുന്നു. ഇവർ രണ്ടുപേരെയും ഇരുത്തിക്കൊണ്ട് ഇവർ പാണക്കാട്ടെ തങ്ങളെയും ബഹാഉദ്ദീൻ ഉസ്താദിനെയും രൂക്ഷമായി വിമർശിച്ചു. പാണക്കാട് തങ്ങളെ പോക്ക് ശരിയില്ലെന്ന് പറഞ്ഞു. മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സഹിക്കാഞ്ഞിട്ട്, വേദന സഹിക്കാഞ്ഞിട്ട്, ഈ പ്രയാസം സഹിക്കാഞ്ഞിട്ട് ആലിമീങ്ങളെ ചീത്ത പറയുന്ന ശംസുൽ ഉലമയെ, കണ്ണിയത്ത് ഉസ്താദിനെ, അതുപോലെ മഹാരന്മാരെ ആക്ഷേപിക്കുന്ന സഹിക്കഴിയാഞ്ഞിട്ട് പാണക്കാട്ടെ തങ്ങൾ രാജിവെച്ചു. ആ പ്രസ്ഥാനത്തിന് നിങ്ങൾക്കറിയോ, പാണക്കാട്ടെ കുടുംബം രാജിവെച്ച് ഇറങ്ങിപ്പോന്നൊരു സംഘടന ഉണ്ടെങ്കിൽ അത് SSF. പാണക്കാട്ടെ തങ്ങൾ കരഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. പിന്നെണ്ടോ ആ സംഘടന ഗുണം പിടിക്കുന്നു? പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കരഞ്ഞിറങ്ങിപ്പോന്നത്. അങ്ങനത്തെ ദുഃഖകരമായ സാഹചര്യമുണ്ടായി. ശംസുൽ ഉലമയെ കുറിച്ച് മോശമായി ചിത്രീകരിച്ചു. ഇന്നും അവരുടെ കൂട്ടത്തിൽ പലരും പ്രസംഗിക്കാറുണ്ടല്ലോ. നോക്കൂ നിങ്ങൾ, അവരുടെ കൂട്ടത്തിൽ പ്രമുഖനായൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ പേര്, ഞാൻ പേര് പറയുന്നത് കുറ്റപ്പെടുത്താനല്ല, നിങ്ങൾക്ക് ആളെ മനസ്സിലാക്കാനാണ്. PKM സഖാഫി ഇരിങ്ങല്ലൂരെന്ന അദ്ദേഹം തുറന്നു പറഞ്ഞില്ലേ? അദ്ദേഹം എന്താ തുറന്നു പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ശംസുൽ ഉലമക്ക് വഴിതെറ്റിയത് കൊണ്ടാണ് ഞങ്ങൾ പുതിയ സംഘടന രൂപീകരിച്ചത്. ആർക്ക് വഴിതെറ്റി? ശംസുൽ ഉലമക്ക്. ആരാ ശംസുൽ ഉലമ? ഇന്ന് ഇതൊക്കെ പറഞ്ഞു നടക്കുന്നവരുടെ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ്, അവരുടെയൊക്കെ ഗുരുവര്യരുടെ ഗുരുവര്യരുടെ ഗുരുവര്യരാണ് ഷെയ്ഖുനാ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും. ആ ശംസുൽ ഉലമക്ക് വഴിതെറ്റി, ശംസുൽ ഉലമ വഴിപഴച്ചുപോയി. ശംസുൽ ഉലമക്ക് പുത്തൻ പ്രസ്ഥാനക്കാരുമായി കൊണ്ട് ബന്ധമുണ്ടായി. സമസ്തയുടെ ശരിയായ നിലപാടിൽ നിന്ന് ശംസുൽ ഉലമ മാറി ചിന്തിച്ചു എന്ന് ഷെയ്ഖുനാ ശംസുൽ ഉലമയെ കുറിച്ച് ആരോപണമുന്നയിക്കുന്നു.